ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ശർക്കര ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 5-6 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 2-3 ഒക്കെ ചേർത്താൽ മതി കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങാക്കൊത്തും അതിനോടൊപ്പം തന്നെ ചെറിയുള്ളി ഒന്ന് അരിഞ്ഞതും കൂടി ഒന്ന് ഞാൻ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി ആട്ടോ എടുത്തിരിക്കുന്നത്. ഇത് 2 മണിക്കൂർ മുൻപ് തന്നെ വെള്ളത്തിലൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചതാണ്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, അതിൻ്റെ ഒരു 3 ഗ്ലാസ്സാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഇത് ഉണ്ടാക്കണത് അതിനനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പച്ചരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു 4-5 ഏലക്കയും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തേൽ ഞാൻ വെറും അരി മാത്രം ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിലേക്ക് ഏലക്കയും ജീരകമൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രണ്ടാമത്തും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് ചൂടോടെ തന്നെ നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തില്ലേ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ചൂടോടെ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പ വെക്കുകയാണെങ്കിൽ അതിലുള്ള കല്ലോ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണുണ്ട്. ചൂടോടെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാവ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈവിടാതെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മതി. അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1/4 ടീസ്പൂണിൻ്റെ അത്ര വേണ്ട, അതിനേക്കാളും കുറച്ച് കമ്മിയാക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ സോഡാപ്പൊടി ഇല്ലേ അതാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരിയ ഉള്ളിയും തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, പകുതി മാത്രം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളെ ബാറ്റർ കിട്ടേണ്ടത്. ഒരുപാട് തിക്കായി പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുവറ്റി പാർന്ന് ഒഴിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ കിട്ടേണ്ടത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് കുണ്ടുള്ളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ബാറ്ററിന് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂടായിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ തേങ്ങൻ്റെയും ഉള്ളിൻ്റെയും അത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരു മൂടി വെച്ചൊന്ന് മൂടി വയ്ക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ. ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മളുടെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടിയിൽ നിന്നും കോരി മാറ്റാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കത്തരാണെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളും കൂടി ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഈ തേങ്ങാക്കൊത്തൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ കൽത്തപ്പൊക്കെ കഴിക്കില്ലേ അതിൻ്റെ ഏകദേശം അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഉള്ളിലൊക്കെ നല്ല ആരെടുത്തിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.